Hello, hi dears, welcome to Jewel Baby's World. ഇന്ന് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു കറി ആയിരിക്കാം ഞാൻ ചിലപ്പോൾ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ചിലർക്ക് അറിയില്ല കേട്ടോ. ചിലർ മുരിങ്ങയില എന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ടമല്ല, കയ്പ്പാണ്, അതിനൊരു ചവർപ്പാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്നവരാണ്. പക്ഷേ മുരിങ്ങയിലയുടെ ഗുണം അറിയാവുന്നവർ ചുമ്മയാണെങ്കിൽ അത് കഴിക്കും അല്ലേ. പക്ഷേ ഇന്ന് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് നമുക്ക് മുരിങ്ങയില തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോ കണ്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. വീഡിയോയിലേക്ക് വേഗം പോയിട്ട് തിരിച്ചെത്താം. മുരിങ്ങയില ഇഷ്ടമല്ലാത്തവരും കഴിച്ചു പോകുന്ന ഒരു സൂപ്പർ മുരിങ്ങയില ചക്കക്കുരു തോരനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇതൊരു നാടൻ കറിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ വെക്കുന്ന കറിയാണ് മുരിങ്ങയില തോരൻ ചക്കക്കുരു ഇട്ടിട്ട് വെക്കുന്നത്. മുരിങ്ങയിലയുടെ ആ ഒരു കയ്പും ചവർപ്പും എല്ലാം മാറാനായിട്ട് ഈ ചക്കക്കുരു ഇട്ട് വെക്കുമ്പോൾ സാധിക്കും. അതിനുവേണ്ടി മുരിങ്ങയില നമുക്ക് നല്ലതുപോലെ വൃത്തിയാക്കിയെടുക്കാം. അപ്പം അതിനു മുമ്പ് ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കണം. ശരിക്കും ഒരു ഓവർനൈറ്റ് വെക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വെള്ളമെല്ലാം നല്ലതുപോലെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഓരോരോ ഇലകളായിട്ട് അടർത്തിയെടുക്കാം. ഇലകൾ അടർത്തിയെടുക്കുമ്പോൾ അതിൻ്റെ ഞരമ്പ്, അതിൻ്റെ ആ ഇലയുടെ ഞരമ്പെല്ലാം കളഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഈ ചവർപ്പ് വരുന്നത് ഇതിൻ്റെ ആ ചെറിയ കൊമ്പുകളെല്ലാം ഇരിക്കുമ്പോഴാണ്. അപ്പോൾ അതെല്ലാം മാറ്റി ഓരോരോ ഇലകളായിട്ട് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. അതുപോലെ പഴുത്ത ഇലകൾ അതെല്ലാം മാറ്റണം, ഉണങ്ങിയ ഇലകൾ മാറ്റണം. ഇലകളിൽ എന്തെങ്കിലും പ്രാണികളുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. മുരിങ്ങയില അപ്പോൾ ഇതെല്ലാം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചക്കക്കുരു നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ചെറിയ പാടയും കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാം. അതിലേക്ക് ഈ ചക്കക്കുരു ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. ചക്കക്കുരു അപ്പോൾ നല്ലതുപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളിയും അതുപോലെ വറ്റൽ മുളകും ഇടിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ ഒരു 3 വറ്റൽ മുളകും ഒരു 3-4 ചെറിയ ഉള്ളിയും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം വറ്റൽ മുളക് ഇടിച്ചെടുത്തതിന് ശേഷം ചെറിയ ഉള്ളി കൂടി ഇടിച്ച് നമുക്കത് എടുത്ത് തയ്യാറാക്കി വയ്ക്കാം. ചക്കക്കുരു നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയിലെ ആ മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചക്കക്കുരും ഈ മുരിങ്ങയിലയും കൂടി ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഈ മുരിങ്ങയില ഒന്ന് വാടി വരണം. മുഴുവനായിട്ട് കുക്കാവണം എന്നില്ല. ഒന്ന് വാടി കഴിഞ്ഞ് ഒത്തിരി കുക്കാവുന്നതിൻ്റെ ആ ഒരു കുറച്ച് മുമ്പുള്ളൊരു പാകം, ആ ഒരു പാകത്തിലേക്ക് നമുക്ക് കിട്ടണം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചക്കക്കുരുവിൻ്റെ കൂടെ മുരിങ്ങയിലയും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഒരു ചെറിയ ഉരുളി എടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഇടിച്ചു വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം. മുളകും ചെറിയ ഉള്ളിയും എല്ലാം നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അപ്പോൾ തന്നെ ചേർക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരും മുരിങ്ങയിലയും വെന്തിട്ടുണ്ട്. അത് വേഗം അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ചക്കക്കുരും ഈ മുരിങ്ങയിലയും കൂടെ കട്ട കെട്ടാതെ ഒന്ന് ഉലർത്തിയെടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഉലർത്തിയെടുക്കാം. അപ്പം ചട്ടുകം തന്നെ വെച്ചിട്ട് നമുക്കത് നന്നായിട്ട് ഉലർത്തിയെടുക്കാനായിട്ട് പറ്റും. അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ. ഇനി കുറച്ച് തേങ്ങ ചിരണ്ടിയത് ചേർക്കുകയാണെങ്കിൽ നല്ല രുചിയാണ്. കുറച്ച് തേങ്ങ ചിരണ്ടിയത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ ചക്കക്കുരുവും മുരിങ്ങയിലയും ഉലർത്തിയത്. നല്ല ടേസ്റ്റാണ്. ആ കയ്പൊന്നുമില്ല. ചക്കക്കുരുവും കൂടെ വന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ആ ടേസ്റ്റ് വർണ്ണിക്കാൻ പറ്റില്ല. എന്തായാലും ഉണ്ടാക്കി തന്നെ നോക്കണം. പലരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഉണ്ടാക്കാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഹെൽത്തി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്തത്. ചിലർക്ക് അറിയായിരിക്കും, അറിയാവുന്നവരൊന്ന് ക്ഷമിച്ചേക്കൂ. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ.